മഹാബലിയും വാമനനും കണ്ണോത്ത് ഗ്രാമത്തിലെത്തിയതും കാഞ്ഞങ്ങാട് ഓണവും സഹജീവനം സ്നേഹഗ്രാമത്തിലെ ഓണാഘോഷവുമൊക്കെയായി ഇനി വൈറൽ സ്റ്റോറി അറ്റ് ഓണം കാണാം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുകയാണ്. കാസർഗോഡ് വിഷൻ്റെ പ്രിയ പ്രേക്ഷകർ ഒരു ഓണാശംസ തിരികെ പറയുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം വൈറൽ സ്റ്റോറി അറ്റ് ഓണത്തിലേക്ക്. കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാനും നിങ്ങൾ കേൾക്കാനും കാണാനും പോകുന്നത് 3 ഓണവിശേഷങ്ങളാണ്. അത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിനുണ്ടാകുന്നൊരു സന്തോഷം വേറെ ലെവൽ തന്നെയാണെന്ന് പറയാതെയും വയ്യ. കുറച്ച് നേരം എനിക്കൊപ്പം വന്നാൽ ഒരുമിച്ച് അതൊക്കെ പോയി കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ വരാം. എല്ലാവരും വരുമല്ലേ? മഹാബലിയും വാമനനും കണ്ണോത്ത് ഗ്രാമത്തിൽ വലിയ പുലിയും ചെറിയ പുലിയും ചെണ്ടമേളവും ഇലത്താളവുമൊക്കെയായി ഗ്രാമവഴികളിലൂടെ നടന്നു നീങ്ങുന്നു. ആർപ്പോ വിളിയുമായി കുട്ടിക്കൂട്ടവും ഒപ്പമുണ്ട്. എന്ത് രസമാണ് ഈ കാഴ്ചകൾ! കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ കണ്ണോത്ത് ഗ്രാമത്തിലെ ഈ കാഴ്ചകൾ ശരിക്കും ഗൃഹാതുരത്വം പകരുന്നത് തന്നെയായിരുന്നു. പറഞ്ഞും കഥകളിൽ വായിച്ചും കേട്ടറിവ് മാത്രമുള്ള കാഴ്ചകൾ നേരിട്ട് കാണാൻ ഇന്നത്തെ തലമുറയ്ക്ക് അവസരമൊരുക്കിയത് അമ്പലത്തറ കണ്ണോത്തെ റെഡ് സ്റ്റാർ ക്ലബ്ബാണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായാണ് ഇവർ ഇത് സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 6 നടക്കുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രചരണം ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓണത്തിൻ്റെ വരവിളിയുമായി മാവേലിയും പരിവാരങ്ങളും ഓരോ വീടുകളിലും കയറിയിറങ്ങി കൗതുകം പകരുന്ന വിരളമായ കാഴ്ചയായി ഇരുന്നു ഇതെല്ലാം. പാറയും കുന്നും സമതലങ്ങളും താണ്ടി പ്രാദേശിക പരിധിയിലെ 200ഓളം വീടുകളിലേക്കാണ് ഇവരെത്തിയത്. സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സർവോപരി സന്തോഷത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ടാണ് മാവേലിയും സംഘവും ഓരോ വീടുകളിലും കയറിയിറങ്ങിയത്. അപ്രതീക്ഷിതമായി തങ്ങളുടെ വീട്ടിലെ കുടികൂടൽ ചടങ്ങിൽ പങ്കെടുക്കാൻ മാവേലിയും കൂട്ടരും എത്തിയത് ഈ വീട്ടുകാരിൽ ഒരുപോലെ അമ്പരപ്പും ആകാംക്ഷയും ഉണ്ടാക്കിയത് നമുക്ക് കാണാമായിരുന്നു. മാവേലിയും വാമനനും ചേർന്ന് ഇവർക്കൊരു സമ്മാനവും നൽകി. പിന്നീട് പായസമൊക്കെ കുടിച്ചാണ് ഈ വീട്ടിൽ നിന്നും ഇവരെല്ലാം പുറത്തേക്ക് പോയത്. ഗ്രാമവീഥികളിലൂടെയുള്ള മഹാബലിയുടെ സഞ്ചാരം മനോഹാരിതയുടെ മനം കവരുന്ന കാഴ്ചയും സന്തോഷവും എനിക്കും നിങ്ങൾക്ക് നൽകിയില്ലേ? കിട്ടിയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു ഓണം കാഴ്ചയിലേക്ക് പോകാം. ഇനി കാഞ്ഞങ്ങാട് എന്നുള്ളൊരു കാഞ്ഞങ്ങാട് ഓണമാണ്. ഈ ഓണനാളിൽ കണ്ട വലിയൊരു മാതൃകയുടെയും ഒത്തൊരുമയുടെയും കാഴ്ചകളാണ് ഇനി പറയാൻ പോകുന്നത്. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മൂമ്മമാർക്ക് ഓണക്കോടിയും പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും നൽകിയാണ് കാഞ്ഞങ്ങാട് നഗരസഭ മാതൃകയായത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 47 വാർഡുകളിലെ ജനങ്ങളെയും കൂട്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാഞ്ഞങ്ങാട് ഓണം എന്ന പേരിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത്. നമ്മുടെ അലാമി പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLAയും നഗരസഭാ ചെയർമാൻ VV രമേശനും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി ആളുകളും പൊതുജനങ്ങളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നഗരസഭയും ജനപ്രതിനിധികളും ഇതുപോലെ നാടിന് മാതൃകയാകട്ടെ, നാടിനെ ചേർത്ത് പിടിക്കട്ടെ, നല്ലൊരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു ഓണം കാഴ്ചയിലേക്ക് പോകാം. മ്യൂസിക്കിനനുസരിച്ച് താളം പിടിച്ചും പാട്ടുപാടിയും ആടിത്തിമിർക്കുന്ന കുരുന്നുകൾ, കസവും മുണ്ടും വെളുത്ത കുപ്പായവും ഇട്ട് കുറേ കുട്ടികൾ, വീൽ ചെയറിൽ വേദിയിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന കുട്ടികൾ വേറെയും. കളർഫുൾ ഷർട്ടും പാൻറ്റും വെളുത്ത മുണ്ടും ധരിച്ചെത്തിയവരെ മറ്റൊരു വശത്തും കാണാം. കസവ് സാരിയും മുല്ലപ്പൂവും ഒക്കെ വെച്ച് പെൺകുട്ടികളും രക്ഷകർത്താക്കളും ജീവനക്കാരും നാട്ടുകാരും.
കണ്ണൂരിൽ നിന്നെത്തിയ മാവേലിയെ കുട്ടികളും രക്ഷിതാക്കളും സ്നേഹഗ്രാമം ജീവനക്കാരും ചേർന്ന് സ്വീകരിക്കുന്ന കാഴ്ചകൾ കുറച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞു. വേദിയിൽ മാവേലിക്കൊപ്പം നിന്ന് കുട്ടികൾ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന ഓണക്കാഴ്ചകൾ പിന്നീട് അങ്ങോട്ടങ്ങ് തുടങ്ങി. സഹജീവനം സ്നേഹഗ്രാമത്തിലെയും രക്ഷകർത്താക്കളുടെയും തിരുവാതിരയും വലിയ പൂക്കളവും സ്നേഹഗ്രാമത്തിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു. ഇവർ വലിയ രീതിയിലാണ് ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരെയും കൊണ്ട് തിങ്ങി നിറഞ്ഞ സദസ്സും വേദിയൊക്കെ നമുക്കിവിടെ കാണാമല്ലോ. അതുമാത്രമല്ല, ഈ പ്രദേശത്തെ ഒരു കൂട്ടായ്മയായ പറമ്പ് ചങ്ങാതിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഓണം സദ്യയും ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമായ സഹജീവനം സ്നേഹഗ്രാമത്തിലെ ഓണാഘോഷ പരിപാടികളാണ് ഈ കണ്ടതൊക്കെ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പാണ് ഈ കേന്ദ്രം ഇവിടെ നിർമ്മിച്ചത്. ഇവിടെയും നമ്മൾ കണ്ടത് ഒരുമിച്ച് ചേർക്കലിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും മണിക്കൂറുകളും മിനിറ്റുകളുമായിരുന്നു. ഇവിടുത്തെ ജീവനക്കാരും രക്ഷിതാക്കളും പറമ്പ് ചങ്ങാതിക്കൂട്ടവും ഒക്കെ ഒരുപോലെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ 3 പ്രധാന ഓണവിശേഷം. വൈറലെറ്റ് ഓണം എന്ന് പറഞ്ഞ ഈ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട 3 ഓണവിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ പറഞ്ഞത്. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം. അതുമാത്രം പോരാ, പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്കറിയാവുന്ന കഥകളും പരിപാടികളും ഞങ്ങളെ അറിയിക്കാൻ മറക്കുകയും ചെയ്യരുത്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, ജീവിതം കളറാക്കാം. കേരള വിഷൻ്റെ 1-ാം നമ്പർ ചാനലായ കാസർഗോഡ് വിഷൻ TV ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിങ്ങൾക്ക് ഈ പരിപാടി കാണാം, ആസ്വദിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. മറ്റൊരു വൈറൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.